കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ ധീരമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർലമെന്റിനകത്തും പുറത്തും ജനാധിപത്യ മതേതര അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീക്ഷ്ണമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോയ ഒരു പാർലമെന്റ് അംഗമാണ് ശ്രീ പ്രതാപൻ. പാർലമെന്റിനകത്ത് BJPക്കെതിരായ പോരാട്ടങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രതാപൻ നടത്തിയ പോരാട്ടങ്ങളെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ MPമാരിൽ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ശ്രീ പ്രതാപനെ 5 തവണ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ 4 തവണ പാർലമെന്റ് അംഗമായിരുന്ന ഒരാളാണ്. പാർലമെന്റിൽ അപൂർവമായ നടപടിയാണ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരിക്കൽ പോലും ആരെയും അങ്ങനെ സസ്പെൻഡ് ചെയ്തായിട്ടില്ല. പക്ഷെ ഇന്ന് BJPക്ക് എതിർ ശബ്ദങ്ങളെ ഭയമാണ്. നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിനെ എതിർത്തുകൊണ്ട് നടപടികളുമായിട്ടാണ് സ്പീക്കറും ഭരണകൂടവും മുന്നോട്ട് പോയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതാപൻ പോരാടിയത് കൊണ്ടാണ് പ്രതാപനെ 5 തവണ സസ്പെൻഡ് ചെയ്തത്. എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദിയുടെ ഭരണകൂടം പ്രതാപനെ സസ്പെൻഡ് ചെയ്തെങ്കിൽ അതൊരു അംഗീകാരമായി കണക്കാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. സാധാരണഗതിയിൽ പാർലമെന്റിൽ നെയിം ചെയ്യുന്നത് പോലും അപൂർവമായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു MPയുടെ പേര് സ്പീക്കർ എടുത്തു പറയുന്നതിനെയാണ് നെയിം ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലും അപൂർവമായിട്ടാണ് ഉണ്ടാകാറുള്ളത്. നരേന്ദ്രമോദി ഭരണകൂടം വിമർശനങ്ങളെ ഭയപ്പെടുന്നു. അവർക്ക് നേരെ ആര് സംസാരിച്ചാലും അവരെ അടിച്ചമർത്താനും അവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാനും ശ്രമിക്കുന്നു. എന്ത് തെറ്റാണ് പ്രതാപൻ ചെയ്തിട്ടുള്ളത്? നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു, മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു, മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന MP ആയതുകൊണ്ടാണ് പ്രതാപനെ നിരന്തരം വേട്ടയാടാൻ BJPയും സ്പീക്കറും കേന്ദ്ര ഗവൺമെന്റും മുന്നോട്ട് വന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് 10 വർഷമായി രാജ്യം ഭരിക്കുന്നു. എന്ത് നേട്ടമാണ് രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായത്? ഇന്ന് നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? എന്റെ ഗ്യാരണ്ടി, നേരത്തെ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ എവിടെ പോയി? ആദ്യം പ്രഖ്യാപിച്ച ഗ്യാരണ്ടി ഒരു വർഷം 2 കോടി ആളുകൾക്ക്, തൊഴിലാത്തവർക്ക്, ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കും. ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ തയ്യാറായില്ല. 100 സ്മാർട്ട് സിറ്റികൾ ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഒരു സ്മാർട്ട് സിറ്റി പോലും ഉണ്ടാക്കിയില്ല. പെട്രോളിനും ഡീസലിനും 1 ലിറ്ററിന് 35 രൂപയ്ക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു, വിൽക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ പെട്രോളിനും ഡീസലിനും എത്ര രൂപയാണ്? 400 രൂപയായിരുന്ന കുക്കിംഗ് ഗ്യാസിന് ഇപ്പോൾ 1200 വരെയാണ് ഇപ്പോൾ.
പിന്നീടാണ് കുറച്ചത്. കർഷകരുടെ വരുമാനം 2 ഇരട്ടിയാക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് കർഷകർ ഓരോ മിനിറ്റിലും ഓരോ കർഷകൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നു. കർഷകർ ഡൽഹിയുടെ തെരുവീഥികളിൽ സമരം ചെയ്യുന്നു. സമരം ചെയ്യാൻ വേണ്ടി വരുന്നവരെ ഹരിയാന ബോർഡറിൽ തടഞ്ഞുകൊണ്ട് ലാത്തിചാർജ് ചെയ്യുന്നു. അവർക്കെതിരെ ജലപീരങ്കികൾ ഉപയോഗിക്കുന്നു. ഏത് വാഗ്ദാനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നൽകിയത് പാലിച്ചത്? എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് എന്ന ആശുപത്രി തുടങ്ങുമെന്ന് പറഞ്ഞു. ആരംഭിച്ചോ? രാജ്യത്തെ ജനങ്ങൾക്ക് ഇതുപോലെ ദുരിതങ്ങൾ സമ്മാനിച്ച ഒരു 10 വർഷക്കാലം ഉണ്ടാകില്ല.